ഗുഡ്നസ് പ്രേക്ഷകർക്ക് വചനദീപ്തിയിലേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സമയം ചിന്തിക്കുക. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ച വ്യക്തികളെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക. ജീവിതത്തിന് എന്താണ് നമ്മൾക്ക് ആവശ്യം? അതിന് ബൈബിൾ നൽകുന്ന ഉത്തരം പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ പല രീതിയിലുള്ള ജോലികളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടക്കുന്നവരാണ്. ഏതൊക്കെ ജീവിതം നയിച്ചാലും അവിടെയൊക്കെ പലപ്പോഴും നമുക്ക് തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കടന്നു വരിക സ്വാഭാവികമാണ്. എന്നാൽ അവിടെയെല്ലാം പലപ്പോഴും പലരും തകർന്നു പോകുന്ന ചിത്രം നമ്മുടെ മുന്നിൽ കാണുവാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏതൊക്കെ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്, ആ ജീവിതത്തിലൊക്കെ തന്നെ ഒരു ഉത്തരമാണ് നൽകുന്നത്: ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതം മുഴുവനും ഒരു അത്ഭുതത്തിൻ്റെ ജീവിതമായി മാറിയ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഏത് ദുഃഖങ്ങളിലും, ഏത് ബലഹീനതകളിലും, ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ബലഹീനതകളിൽ ശക്തിപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. 2 കൊരിന്തോസ് 12:9 തുടങ്ങുന്ന തിരുവചനം: അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ബലഹീനമാക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതം. ബലഹീനതകളിൽ തളർന്നു പോകുന്ന ജീവിതങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതം. അവിടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അവിടുത്തെ തിരുവചനത്തിൻ്റെ ശക്തിയാണ്. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, പ്രതിസന്ധികളിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം, ഇതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നു, നിനക്കാവശ്യം എൻ്റെ കൃപയാണ്. കൃപയിലൂടെ നീ ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ ഞെരുക്കങ്ങളിലും ആക്ഷേപങ്ങളിലും ബലഹീനതകളിലും കഷ്ടതകളിലും ഞാൻ എൻ്റെ ശക്തി അത് പൂർണ്ണമായും നിൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കുമെന്നുള്ള തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, കർത്താവ് തൻ്റെ ജീവിതത്തിൽ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വചനമാണ്: നീ സത്യാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ സത്യാത്മാവിനെ സ്വീകരിക്കുക. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുള്ള തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ബലഹീനരായി പോകുന്നത്? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വേദനകളിലും തളർന്നു പോകുന്നത്? അതിനൊരു ഉത്തരമാണ്: നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാൻ സാധിക്കുന്നില്ല, കർത്താവിൻ്റെ ചൈതന്യത്തിൽ വളരുവാൻ സാധിക്കുന്നില്ല. എപ്പോഴൊക്കെ നമ്മൾ ബലഹീനമാക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ ദൈവകൃപയിലേക്ക് നോക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവിടെ നമുക്ക് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ 14:15 പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങൾക്ക് ഒരു സഹായകനെ അയച്ചു തരികയും ചെയ്യും. ഇവിടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കൃപ നിറയുവാൻ, അഭിഷേകം നിറയുവാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ എന്തു വേണമെന്നാണ് പറയുന്നത്? വചനം അനുസരിച്ച് ജീവിക്കുക. അതെ, വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും വെളിപ്പെടുന്നത്. വചനം വായിക്കുകയല്ല. ഇന്ന് അനേകര് വചനം വായിക്കുന്ന വ്യക്തികളാണ്. അവർ ധാരാളം വചനങ്ങൾ വായിക്കുന്നു, കാണാതെ പഠിക്കുന്നു. എന്നാൽ അവർ പറയുന്നു, എന്നിട്ടും ജീവിതത്തിൽ കഷ്ടതയാണല്ലോ, പ്രയാസമാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, മുന്നോട്ട് പോകുവാൻ പ്രയാസപ്പെടുകയാണ്. ഇവിടെ ഈശോ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അനുഗ്രഹപൂർണമായ ഒരു ജീവിതത്തിന് വേണ്ടത് വചനം അനുസരിച്ചുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്.
ഈ ജീവിത ശൈലിയാണ് ആത്മാഭിഷേകത്തെ ഇറക്കിക്കൊണ്ടുവരുന്നതും ആത്മാഭിഷേകത്തിൽ നിലനിന്നു പോകുവാനുള്ള കൃപയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതും വചനം അനുസരിച്ചുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനമനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, വചനം പഠിക്കുകയും വചനം മനസ്സിലാക്കുകയും വചനം ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ആത്മാവിൻ്റെ വലിയൊരു ശക്തി, വലിയൊരു അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള വചനം ആണ് യോഹന്നാൻ 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം? ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും എന്താണ്? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് വചനം ഉറപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് ആത്മാഭിഷേകത്തിൽ ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൃപയിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലുമാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോ ദിവസവും നമ്മോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. അനുഗ്രഹത്തിൻ്റേതായിട്ടുള്ള അവസരങ്ങളെ നമ്മൾ കണ്ടുമുട്ടും. ഈ കൃപയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കൃപയുടെ ആത്മാവ് ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാനും അവനെ ബോധ്യപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിന് സാധിക്കും. അതെ, പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്താണ് എടുക്കേണ്ട തീരുമാനങ്ങൾ, ഇതിനെക്കുറിച്ച് അറിവും ബോധ്യവും നൽകുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിൻ്റെ കീഴിലേക്ക് ഒരു വ്യക്തി ജീവിതം കടന്നു വരുമ്പോൾ തക്ക സമയത്ത് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങൾ അതിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിതം വളരെ ലളിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന വലിയൊരു അത്ഭുതമാണ് എഴുത്തും വായനയും അറിയാത്ത അപ്പസ്തോലന്മാർ. അവർ മീൻപിടുത്തക്കാരായിരുന്നു, എഴുത്തറിയില്ല, വായനയറിയില്ല. പത്രോസും സ്നേഹിതന്മാരും ഈശോ തെരഞ്ഞെടുത്തത് അത്തരം വ്യക്തികളെയാണ്. എന്നാൽ അവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ വന്നണഞ്ഞപ്പോഴോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നണഞ്ഞപ്പോഴോ അവരൊക്കെ മറ്റൊരു മനുഷ്യരായി പുതിയ പാതയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ജീവിതമൊക്കെ ഒരു അനുഗ്രഹപൂർണമായ ജീവിതമായിട്ട് മാറുന്നത് കാണുവാൻ സാധിക്കും. ഓരോ വ്യക്തികളെക്കുറിച്ചും കർത്താവിന് നിശ്ചയമായുള്ള ഒരു പ്ലാനും പദ്ധതിയും അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉണ്ട്. നമ്മൾ യാദൃശ്ചികമായിട്ട് ജനിച്ചു വീണവരല്ല. അങ്ങനെയല്ല നമ്മുടെ ജനനം. കർത്താവ് പറയുന്നത്, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളും മുമ്പേ നിന്നെ കണ്ട ദൈവം, നിന്നെ മനസ്സിലാക്കിയ ദൈവം, നിന്നെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടാണ് നീ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പുതിയ പ്ലാനിലേക്കോ പുതിയ പദ്ധതിയിലേക്കോ അല്ല നിന്റെ ജീവിതം വഴിത്തിരിഞ്ഞു പോകുന്നത്. ദൈവം മനസ്സിൽ കരുതി വെച്ച ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അവിടെ തകർച്ചകൾ കാണാം, വേദനകൾ കാണാം, ദുഃഖങ്ങൾ കാണാം. അങ്ങനെ പലവിധ പ്രതിസന്ധികളിലൂടെ നയിക്കപ്പെടുന്ന ജീവിതമാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതം. അവരേതൊക്കെ അവസ്ഥയിലായിരുന്നു കൊള്ളട്ടെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, എത്ര ധനികനായാലും എത്ര ദരിദ്രനായാലും അവിടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കൃപ നയിക്കുന്ന മനുഷ്യരാണെങ്കിൽ ദൈവം നിശ്ചയിച്ചത് പരിപൂർണമായിട്ട് അവർ നിറവേറ്റുകയും അവരുടെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യുന്ന അതിനെക്കുറിച്ചാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ കാണുവാൻ സാധിക്കുക. നമുക്ക് കാണുവാൻ സാധിക്കും 1 സാമുവേൽ 16-ാം അധ്യായം. അവിടെ ദൈവം ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കി മാറ്റുന്ന സംഭവമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ദാവീദ്, ആടിനെ മേച്ചു നടക്കുന്ന ദാവീദ്. നമുക്ക് ആ തിരുവചന ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. 1 സാമുവേൽ 16-ൽ
1 തുടങ്ങുന്ന തിരുവചനം. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവിൻ്റെ വിളിയിൽ നിന്ന് അകന്നു പോകുന്ന സാവൂള്. ഈ സാവൂളിനെ ദൈവം തിരസ്കരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ സാമുവേലിനോട് പറയുന്നു, ജസയ്യായുടെ പുത്രന്മാരിൽ ഒരുവനെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ബെത്ലഹേമിലേക്ക് കടന്നു ചെന്ന് ജസയ്യായുടെ ഭവനത്തെ, അവരുടെ ഒരു പുത്രനെ അഭിഷേകം ചെയ്യുക രാജാവായിട്ട്. നമ്മൾ ഈ സംഭവം വായിക്കുമ്പോൾ ഇതിലെ ദൈവികമായിട്ടുള്ള ഇടപെടൽ വളരെ മനോഹരമായിട്ട് വെളിപ്പെടുന്ന ഒരു അധ്യായമാണ് 1 സാമുവേൽ 16. സാമുവേൽ പ്രവാചകൻ ഇതാ ബെത്ലഹേമിലേക്ക് കടന്നു ചെല്ലുന്നു. ജസയ്യായെയും പുത്രന്മാരെയും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കുകയാണ്. നോക്കുക, എവിടെയാണ് അഭിഷേകത്തിൻ്റെ കരുത്ത് ഇരിക്കുന്നത്? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, അഭിഷേകത്തിന് മുന്നേ ഒരു ബലിയർപ്പണം. ജസയ്യായെയും മക്കളെയും വിളിച്ച് ബലിയർപ്പിച്ച് വിശുദ്ധീകരിച്ച് പ്രവാചകൻ്റെ മുന്നിലേക്ക് ഓരോ മക്കളെയായിട്ട് കൊണ്ടുവരികയാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബെത്ലഹേമിലെത്തി. ബെത്ലഹേം നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയന്ന് വിവശരായി. വീണ്ടും അനന്തരം അവൻ ജസയ്യയുടെ പുത്രന്മാരെ വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. വചനം കാണുക. ഈ വചനഭാഗം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ, ഈ അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അവൻ പട്ടാളത്തിൽ ഉയർന്ന ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. ജസയ്യായുടെ മൂത്തപുത്രൻ, നല്ല ഉയരമുള്ളവൻ, നല്ല നിറമുള്ളവൻ, നല്ല കരുത്തുള്ളവൻ. അവനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് സംസാരിക്കുകയാണ്. അവൻ്റെ ആകാര വടിവോ നിറമോ ശക്തിയോ ഇതൊന്നും നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. തുടർന്ന് ഉള്ള വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപങ്ങളിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. വലിയ ഒരു അഭിഷേകത്തിൻ്റെ രഹസ്യം അവിടെ വെളിപ്പെടുകയാണ്. കർത്താവ് എന്താണ് ശ്രദ്ധിക്കുന്നത്? കർത്താവ് ശ്രദ്ധിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളെയാണ്. മനുഷ്യ ഹൃദയങ്ങളെ നോക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുക. അഭിഷേകം വേണമോ? ജീവിതത്തെ കർത്താവ് പറയുന്ന അനുസരിച്ച് വചന ചൈതന്യത്തിൽ നിലനിർത്തി എളിമയോടുകൂടി മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്ന ജീവിതങ്ങൾ, കർത്താവ് അഭിഷേകം ചെയ്യുന്ന ജീവിതങ്ങൾ. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മനുഷ്യർ ബാഹ്യരൂപം നോക്കിയിട്ടാണ് വ്യക്തികളെ വിലയിരുത്തുന്നത്. അതെ, നമ്മൾ പലപ്പോഴും പല വ്യക്തികളെയും കാണുമ്പോൾ നമുക്ക് ആദരവും ബഹുമാനവും ഒക്കെ തോന്നും. എന്താണ്? അവരുടെ കാഴ്ചയിൽ, രൂപത്തിൽ, വസ്ത്രത്തിൽ, അവരുടെ നടത്തത്തിൽ ഒക്കെ നമുക്ക് ബഹുമാനം തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന് മാറ്റമുണ്ടെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഇതൊന്നുമല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. മനുഷ്യൻ നോക്കുന്ന ഒരു കാര്യങ്ങളിലേക്കും ഞാൻ നോക്കുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുന്നത്, എൻ്റെ അഭിഷേകം പകർന്നു കൊടുക്കുവാൻ തക്കതായിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞ് ഞാൻ എടുക്കുന്നത് അവരുടെ ഹൃദയത്തെ നോക്കിയാണ്. നിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ? നിൻ്റെ ബന്ധങ്ങളിൽ സ്നേഹമുണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള വലിയ അറിവുകൾ, ബോധ്യങ്ങൾ, വചനങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ? ഇതൊക്കെയാണ് അഭിഷേകത്തിന് കാരണമാകുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, രണ്ടാമത്തെ പുത്രനെയും വിളിച്ചു വരുത്തുന്നു. അവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറയുന്നു. മൂന്നാമത്തെ പുത്രൻ ഷെമയെ കൊണ്ടുവരുന്നു. ഇവരെയെല്ലാം കർത്താവ് മാറ്റിക്കളയുകയാണ്.
ഇങ്ങനെ 7 പുത്രന്മാരും കടന്നു വന്നു. അവരൊക്കെ വളരെയധികം കഴിവുകളുണ്ട് എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ്. അവരൊക്കെ ഉന്നതമായിട്ടുള്ള പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ ഇളയവനായ ഒരു പുത്രനുണ്ട്, ദാവീദ്. അവൻ കുടുംബത്തിൽ അത്ര പ്രധാനപ്പെട്ട വ്യക്തിയൊന്നുമല്ല, അവനത്ര കഴിവുകളൊന്നുമില്ല. അതുകൊണ്ട് അവനെ ആടിനെ മേയ്ക്കുവാനായിട്ട് വിട്ടിരിക്കുകയാണ്. അവനങ്ങനെ ഒരു ആട്ടിടയനായി ജീവിക്കുകയാണ്. ഇവിടെ പ്രവാചകൻ ചോദിക്കുന്നു, എല്ലാ മക്കളും നീ കൊണ്ടുവന്നോ? 7 പേരും വന്നു, 7 പേരെയും തെരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ നിന്റെ ഒരു പുത്രനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. എവിടെയാണ് ആ പുത്രൻ? അപ്പോൾ പറയുന്നു ആട്ടിടയനായ ദാവീദിനെ കുറിച്ച്. ദാവീദിനെ കൊണ്ടുവരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, ദാവീദിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. പവിഴ നിറവും മനോഹരവുമായ നയനങ്ങളുള്ള സുന്ദരനായിരുന്നു അവൻ. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുക, ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു വലിയ മല്ലനെ ഇസ്രായേൽ ജനങ്ങളും പട്ടാളവും മുഴുവൻ വിചാരിച്ചിട്ടും കീഴടക്കാൻ കഴിയാത്ത ഗോലിയാത്ത് എന്ന ഒരു വ്യക്തിയെ തോൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം, പരിശുദ്ധാത്മ കൃപയിലുള്ള ജീവിതം ആരംഭിക്കുകയാണ്. പിന്നീട് അവൻ കാലാന്തരത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായിട്ട് മാറി, ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവായിട്ട് മാറി. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ എന്ന പേര് അവന് ലഭിച്ചു. ഞാൻ പറയുന്നത്, ഒന്നുമല്ലാത്ത ഒരു ആട്ടിടയൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ അവൻ അനുഗ്രഹപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 31-ാം അധ്യായം 1 തുടങ്ങുന്ന തിരുവചനം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയായുടെ മകൻ ബെസലേലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാതരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യം ഞാൻ അവന് നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കുവാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കിയെടുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നീ ശില്പവേലകൾക്ക് വേണ്ടിയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഹൂറിൻ്റെ ഊറിയായുടെ പുത്രനായ ബെസലേലിൽ ഞാൻ ദൈവീക ചൈതന്യം നിറച്ചിരിക്കുന്നു. ആ ചൈതന്യം നിറച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആത്മീയമായിട്ടുള്ള പ്രവർത്തന മേഖലയോ ഒന്നുമല്ല പറയുന്നത്. എന്താണ് പറയുന്നത്? ആശേരിപ്പണി ചെയ്യുക, സ്വർണ്ണപ്പണി ചെയ്യുക, വെള്ളിപ്പണി ചെയ്യുക, കൊത്തുപണികൾ ചെയ്യുക, രത്നം മിനുക്കിയെടുക്കുക, ചെത്തി മിനുക്കിയെടുക്കുക. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, അതിനുള്ള ജ്ഞാനം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഒരുക്കുന്നതിനെക്കുറിച്ച് ബൈബിള് പറഞ്ഞു വച്ചിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും വഴിനടത്തലുമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ജീവിതത്തെ ഒരുക്കി വയ്ക്കുകയും ചെയ്യുകയും അത് അത്യാവശ്യമാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഞാൻ പഴയ നിയമഗ്രന്ഥം പല സ്ഥലങ്ങളിലും ഞാൻ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുക, ജീവിതം വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രീതികരമായ ബലിയർപ്പിച്ചുകൊണ്ട് കൃപയിലേക്ക് കടന്നു വരുന്ന ജീവിതങ്ങളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ ബലിപീഠമാണ് നമുക്ക് ഇന്ന് കൃപ സ്വീകരിക്കുവാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വഴി. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കൃപ നൽകുവാനായി അവിടെ നിന്ന് തുറന്നു വെച്ച വഴി അവിടുത്തെ ബലിജീവിതമായിരുന്നു. തൻ്റെ ബലി അർപ്പണമായിരുന്നു. കാൽവരി മലയിൽ മൂന്നാണികളിൽ മരക്കുരിശിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ലോകത്തിന് കൃപയുടെ വാതിൽ തുറന്നു വച്ചു. ഈ കൃപയിലേക്കാണ് ഈ ബലിയിലേക്കാണ് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശിഷ്യന്മാരെ ഒരുക്കി കൊണ്ടുവന്നത് അന്ത്യ അത്താഴ വേളയിലേക്കാണ്. അന്ത്യ അത്താഴ വേളയിൽ അവിടെ നിന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് വിഭജിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം വീഞ്ഞ് പാനപാത്രം എടുത്ത് ഉയർത്തി പറയുന്നുണ്ട്, ഇതെൻ്റെ രക്തമാണ്. സ്വന്തം ശരീരവും രക്തവും നൽകിക്കൊണ്ട്
അവിടുന്ന് അവരെ ഒരുക്കുകയായിരുന്നു. അതിനു മുന്നേ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് എന്തുമാത്രം നിങ്ങളെ നയിക്കുമെന്നും എപ്രകാരം നിങ്ങളെ പഠിപ്പിക്കുമെന്നും എപ്രകാരം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന ഓരോ വ്യക്തികളായി നിങ്ങൾ രൂപാന്തരപ്പെടുമെന്നും അവരെ പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള തിരുവചന ഭാഗങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് അന്ത്യത്താഴ വേളയ്ക്ക് മുന്ന് നമ്മൾ കാണുന്നത്. അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉത്തിതനായ യേശു ക്രിസ്തുവ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ്. പന്തക്കൊസ്ത തിരുനാൾ ദിവസം ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി അവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ ഭയവും നിരാശയും ദുഃഖവും വിട്ടുപോയിക്കൊണ്ട് കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ജീവിതമായി അവരുടെ ഓരോരുത്തരുടെയും ജീവിതം മാറുന്നത് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക് കടന്നു വന്ന് കൃപയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മശക്തിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, അതാണ് പ്രിയപ്പെട്ടവരെ ജീവിത വിജയത്തിനുള്ള ഏകമാർഗമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ബോധ്യം. പരിശുദ്ധാത്മ കൃപയിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഏറ്റവും സുഹൃത്തായ ഒരു വ്യക്തിയെ ഞാൻ ഓർക്കുകയാണ്. ആ വ്യക്തി താമസിക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ്. ശ്യാമള എന്നാണ് ആ വ്യക്തിയുടെ പേര്. ആ വിജാതീയ സ്ത്രീ 3ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ. ആത്മഹത്യ ചെയ്യാനായി കുടുംബം ഒരുങ്ങി നിന്ന് അവസാനം പോട്ട ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ട ഒരു കുടുംബമാണ്. ഭർത്താവിന് രക്ഷയില്ല എന്ന് പറഞ്ഞ ആ മാരകമായ രോഗത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. അതിനുശേഷം ഈ വിജാതിയായ സ്ത്രീ പലരോടും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് ആരംഭിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വചനം പഠിക്കുകയും ധ്യാനം കൂടുകയും പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ വരദാന കൃപകളാൽ ഈ സ്ത്രീ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് അനേകം രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം പറയുവാൻ ഈ മകളെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. ഒന്നുമല്ല, വിദ്യാഭ്യാസമില്ല, എഴുത്തും വായനയും കഷ്ടിയാണ്. അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കിടക്ക വിരികൾ കഴുകിയാണ് ഉപജീവനം നടത്തിയിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ കൃപ ഈ സ്ത്രീയിലേക്ക് കടന്നു വന്നപ്പോൾ അനേകർക്ക് പ്രകാശമായിട്ട് മാറുകയാണ്. 34 വർഷമായിട്ട് ഓരോ ദിവസവും 200ഓളം വ്യക്തികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദരിദ്ര കുടുംബങ്ങളിലേക്ക്, അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണം പോകുന്നത്. മരിക്കാൻ കിടക്കുന്ന വ്യക്തികളെ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ശ്യാമള ചേച്ചിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് വളരെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ശ്യാമള ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് പോയതാണ്. വൃദ്ധയായൊരു സ്ത്രീയാണ്. അരികിലേക്ക് ചെന്നപ്പോൾ തന്നെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ സ്ത്രീയുടെ വസ്ത്രം മാറ്റി നോക്കിയപ്പോൾ അരക്കെട്ട് മുഴുവനും പുഴു അരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനതെല്ലാം വൃത്തിയാക്കി എന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ അസ്വസ്ഥതയാണ് അതിനുശേഷം ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ചീഞ്ഞളിയുന്ന മാംസത്തിൻ്റെ ദുർഗന്ധം, അതിൽ നിന്ന് അരിച്ചിറങ്ങുന്ന പുഴുക്കൾ, നിസ്സഹായമായ ആ വൃദ്ധയുടെ അവസ്ഥ. ഒട്ടനവധി കുടുംബങ്ങളിൽ കിടപ്പ് രോഗികളുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരെ മരണത്തിനായിട്ട് ഒരുക്കുന്നു. ദൈവവചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ എത്രയെത്ര മേഖലകളിൽ ആത്മാഭിഷേകം വന്നപ്പോൾ ഈ മകൾ ലോകത്തിൻ്റെ ഒരു പ്രകാശമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒത്തിരിയേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്, കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച മക്കൾ. അവിടെയൊക്കെ ജീവിതങ്ങൾ പുതിയ വഴികളിലേക്ക് മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അനേക ജീവിതങ്ങളെ അവർ മാറ്റിമറിച്ച അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഒത്തിരിയേറെ കുടുംബ പ്രശ്നങ്ങളിലാണ് നിലനിൽക്കുന്നതെങ്കിൽ, അനുസരിക്കാത്ത മക്കൾ, പ്രശ്നക്കാരായിട്ടുള്ള മക്കൾ, പ്രശ്നക്കാരായിട്ടുള്ള ഭർത്താവ്, എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഭാര്യ, ഇങ്ങനെയൊക്കെ അനേകർ പറഞ്ഞു വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക കൃപയുടെ കുറവാണ്. കൃപയുടെ നിറവിൻ്റെ കുറവാണ്. ഈ കൃപയിലേക്ക് ജീവിതങ്ങൾ, കുടുംബങ്ങൾ കടന്നു വന്നാൽ അവിടെയൊക്കെ ദൈവാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 2-3 ദിവസം മുമ്പ് ഒരു യുവാവ് എൻ്റെ അരികിൽ കടന്നു വന്നിങ്ങനെ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം? വർഷങ്ങളായി ഞാനൊരു പെൺകുട്ടിയുമായിട്ട് സ്നേഹബന്ധത്തിലാണ്. അവൾ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ മരിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ഇതാണ് അവൻ പറഞ്ഞ ഉത്തരം. അവനെ കുറേ സമയം പ്രാർത്ഥിച്ച് ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ അവിടെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇറങ്ങി വന്നു. അവന് ജീവിതത്തിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള ഒരു വലിയ കൃപയാണ് ആ സമയം പരിശുദ്ധാത്മാവ് അവന് നൽകിയത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കി കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ അവരൊരു തീരുമാനമെടുത്തു. അത് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവമായി ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവവചനത്തിലേക്കും കൃപയിലേക്കും കടന്നു വരുവാനായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കന്യവാനായ കർത്താവേ, അനേകം പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതം. അവിടുത്തെ കൃപയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും അങ്ങ് ഏറ്റെടുക്കണമേ. അവിടുത്തെ വചനത്തിലേക്കും ആത്മാവിൻ്റെ കൃപയിലേക്കും ഞങ്ങളുടെ ബലഹീനതകളിലും കുറവുകളിലും പോരായ്മകളിലും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തമായ അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.